ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ബയോളജിയുടെ മലയാളം മീഡിയം 2ാം ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ആദ്യ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ആന്തരഘടനയിലെ താരതമ്യം എന്നുള്ള ഭാഗമാണ്. ആന്തരഘടനയിലെ താരതമ്യം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? തന്മാത്രാ തലത്തിലുള്ള ജീവശാസ്ത്രത്തിലെ താരതമ്യം പഠിച്ചിട്ടുണ്ട്. ഇനി ആന്തരഘടനയിലെ താരതമ്യം നോക്കാം. ആന്തരഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഘടനയുടെ കാര്യമാണ്. ജീവികളുടെ ആന്തരഘടന താരതമ്യം ചെയ്ത് പഠിക്കുന്നത് പരിണാമത്തിന് ശക്തമായ തെളിവുകൾ നൽകുന്നു. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.6 വിവരണം എന്നിവ വിശകലനം ചെയ്ത് വ്യത്യസ്ത ജീവികളുടെ ആന്തരിക ഘടനയിലെ സമാനതകൾ ജീവപരിണാമത്തെ സാധൂകരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കൂ. ഇവിടെ നമ്മൾ മനുഷ്യൻ്റെ ഒരു കൈയുണ്ട്, പൂച്ചയുടെ ഒരു കാലുണ്ട്, തിമിംഗലത്തിനൊരു നമ്മുടെ ചിറക് പോലത്തെ ഭാഗം ഉണ്ടാവുമല്ലോ അതുണ്ട്, വവ്വാലിൻ്റെ ചിറകുണ്ട്. ഇവയുടെ ഘടനയാണ് നോക്കുന്നത്. മനുഷ്യൻ്റെ കൈ, പൂച്ചയുടെ മുൻകാലുകൾ, തിമിംഗലത്തിൻ്റെ ഫ്ലിപ്പർ എന്നുള്ള ഭാഗം, വവ്വാലിൻ്റെ ചിറക് എന്നിവയിലെ അസ്ഥികൾ സമാനമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അസ്ഥി, ഇങ്ങനെ ഒരു അസ്ഥി, 5 അസ്ഥികൾ. ഇവിടെയും ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെയും ഇങ്ങനെ 4 വരുന്നുണ്ട്, ഇവിടെയും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എന്നാൽ ഇവർ ഉപയോഗിക്കുന്നത് ഇത് വ്യത്യസ്ത കാര്യങ്ങൾക്കാണ്. മനുഷ്യനില കൈ ഉപയോഗിക്കുന്നത് അതിനാണോ പൂച്ചക്കാലുകളുടെ മുൻഭാഗം ഉപയോഗിക്കുന്നത് അതിനാണോ തിമിംഗലം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ജീവികളും 4 തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഈ അവയവങ്ങൾ അവയുടെ ബാഹ്യഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. വവ്വാലിൻ്റെ ചിറകും മനുഷ്യൻ്റെ കൈ തമ്മിൽ നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാണാൻ ബന്ധമില്ല, പോട്ടെ. ഉപകാരങ്ങൾ എന്ന് പറയുന്നത്, ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമല്ലേ. വവ്വാലിൻ്റെ കൈകൾ തൂങ്ങിക്കിടക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, മനുഷ്യൻ എന്തിനാണ്? ഭക്ഷണം കഴിക്കാനും സാധനങ്ങൾ എടുക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പൊതുപൂർവികനുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ആ പൊതുപൂർവികനിൽ നിന്നുമാണ് ഇവർ വ്യത്യസ്ത സ്വഭാവങ്ങൾ ആർജിച്ചിട്ട് ഈ ഒരു രീതിയിലുള്ള കൈകൾ നേടിയെടുക്കുന്നത്. ഇനി നമ്മളടുത്ത് നോക്കുന്നത് ഫോസിൽ തെളിവുകളെക്കുറിച്ചാണ്. പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിലുകൾ. മനസ്സിലാക്കേണ്ട കാര്യമാണ്, പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിലുകൾ. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.7 വിശകലനം ചെയ്ത് ഫോസിലുകൾ ജീവപരിണാമ പ്രക്രിയ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് നോക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. നമ്മളിവിടെ ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്. ഉദാഹരണത്തിന് കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരകളുടേതിനേക്കാൾ ചെറുതായിരുന്നു. ഇവിടെ ചിത്രം നോക്കുമ്പോൾ ഇതൊരു കുതിരേൻ്റെ കാലാണെന്ന് നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ കാണുന്ന കുതിരകൾ ഏറ്റവും ശക്തമായ അവയവമാണ് കാലെന്ന് പറയുന്നത് അല്ലേ. അന്നത്തെ കുതിരകളുടെ കാല് എന്തായിരുന്നു? ചെറിയ കാലുകളായിരുന്നു. അപ്പോൾ നമുക്ക് ജിറാഫിൻ്റെ പഠനമൊക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? അനുമാനിക്കാം. ചിലപ്പോൾ അവർ ജീവിച്ച ടെറൈൻ, അവർ ജീവിച്ച സാഹചര്യത്തിൽ വ്യത്യാസം വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടി ശക്തമായ കാലുകൾ വേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന് കിട്ടിയ അവൈലബിലിറ്റി, അങ്ങനെയെല്ലാം നോക്കി എന്ത് ചെയ്യാം? ജീവപരിണാമം ഒരു ക്രമാനുഗതമായ ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഇത് പഴയ ഫോസിൽ കിട്ടിയപ്പോൾ അവിടെ കുതിരൻ്റെ കാല് ചെറുതായിരുന്നു. ഇനി ഇടനില ഫോസിലുകൾ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം, ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോട് കൂടിയ ആർക്കിയോപ്റ്റെറിക്സ്, ഇദ്ദേഹത്തിന് ഒരു ലിങ്ക് എന്നാണ് വിളിക്കുക. ഇടനില ഫോസിലുകൾ എന്നാണ് വിളിക്കുക. എന്താണ് കാരണം? ഇവർക്ക് ഇത് ചിത്രം നോക്കിയാൽ അറിയാം, ഒരു പക്ഷിയുടെ സ്വഭാവവും കാണിക്കുന്നുണ്ട്, ഉരകങ്ങളുടെ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. ഉരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഇപ്പോൾ ഉരകങ്ങളിൽ വരുന്നവരാണ് ഓന്ത്, പാമ്പ്, ഇവരൊക്കെ ഉരകങ്ങളിൽ വരുന്നവരാണ്. അവരുടെ സ്വഭാവവും കാണിക്കും, പക്ഷിയുടെ സ്വഭാവവും കാണിക്കും. അതായത് ഒരു ജീവിയിൽ നിന്ന് കാലക്രമേണ മറ്റൊരു ജീവി ഉണ്ടായി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളവർക്ക് എന്തായിരിക്കാം? 2 സ്വഭാവങ്ങളും ഉണ്ടായിരിക്കാം. ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന നിരവധി ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ദിനോസറുകളെ കുറിച്ചുള്ള സിനിമകൾ ഉണ്ട്, ജുറാസിക് പാർക്ക്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. മാമത്തുകൾ, ഇവരൊക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്രേ, നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മണ്ണിലകപ്പെട്ടു പോയ ദിനോസറുകളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ആ ഫോസിലിൻ്റെ പഠനം നടത്തി ഇങ്ങനൊരു ജീവജാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്താൻ. ചിലപ്പോൾ മനുഷ്യർ ഇതോടുകൂടി കുറച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി എന്ന് പറഞ്ഞാൽ 2 വർഷം 3 വർഷം അല്ല, 10 വർഷം 100 വർഷം 1000 വർഷം കഴിഞ്ഞ് മനുഷ്യരും അവസാനിച്ച് അത് കഴിഞ്ഞ് വരുന്ന ഒരു തലമുറ എന്ത് ചെയ്തേക്കാം?
നമ്മുടെ ഫോസിലുകളായി കണക്കാക്കി ഇതൊക്കെ കുഴിച്ചെടുത്ത് നമ്മുടെ കണ്ണും മൂക്കും ഒക്കെ ഇങ്ങനത്തെ ജീവജാലങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നത്രേ, അവർക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നത്രേ, അവർക്ക് 2 കൈകൾ ഉണ്ടായിരുന്നത്രേ എന്നൊക്കെ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ അതാണ് ഫോസിലുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തെളിവുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പരിണാമം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അവസാനമില്ലാത്തതും ഒന്നിൽ നിന്ന് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നതുമായ ഒരു പ്രക്രിയയാണ്. മിക്ക വൈറസുകളുടെയും ജനിതക വസ്തു RNA ആണ്. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. DNA അപേക്ഷിച്ച് RNAക്ക് മ്യൂട്ടേഷനുകൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ RNA വൈറസുകൾ വേഗത്തിൽ പരിണമിക്കും. നമുക്ക് DNA എന്ന് പറയുന്നത് എന്താണ്? 2 ചുറ്റുകോവണീൻ്റെ 2 സ്ട്രെയിനുകളുണ്ട് അല്ലേ? RNAക്കോ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ആർക്കാണ്? RNAക്കാണ്. RNA ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? വൈറസുകളിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? വൈറസുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നു, വീണ്ടും പെട്ടെന്ന് പരിണമിക്കുകയും ചെയ്യുന്നു. വൈറസുകളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. എല്ലാവർക്കും മ്യൂട്ടേഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് മ്യൂട്ടേഷൻ നടക്കുന്നത് ആരിലാണ്? വൈറസിലാണ്. ചില മ്യൂട്ടേഷനുകൾ വൈറസുകൾക്ക് അവയുടെ ആതിഥേയ കോശത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ ആൻറ്റിവൈറൽ മരുന്നുകളോട് പ്രതിരോധിക്കാനോ ഉള്ള ശേഷി നൽകുന്നു. അതായത് വൈറസിൻ്റെ ജോലി എന്താണ്? ഒരു മനുഷ്യൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഏതൊരു ജീവജാലത്തിനും, നമുക്ക് മനുഷ്യനെ വെച്ച് പറയാം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു വൈറസ് കടക്കുകയാണ്. എന്നിട്ട് അവിടെ വൈറസ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? വീട് വെച്ച് ആ വൈറസ് അവിടെ ജീവിച്ചു പോരും. ആ സമയത്ത് തന്നെ അതിനുള്ളിൽ വെച്ചിട്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം? ഈ വൈറസുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കാം. ആ മ്യൂട്ടേഷൻ വഴി അവർ എന്തൊക്കെ ആർജിച്ചെടുക്കാം? ഒന്ന്, എന്ത് ചെയ്യും? വൈറസുകൾക്ക് അവയുടെ ആതിഥേയ കോശത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാം. അവരെന്ത് ചെയ്യും? നമുക്കൊരു പ്രതിരോധ സംവിധാനം ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് മൂക്കിനകത്ത് ചെറിയ രോമങ്ങളുണ്ട്. എന്തിനാണ്? പൊടിയെ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു ശരീരത്തിന് പനി വരുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. അതുപോലെ ടെമ്പറേച്ചർ കൂടുന്നതാണ്. ഒരു കൊതുക് കടിച്ചാൽ തണർത്ത് പൊന്തുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പനിച്ചിട്ടുണ്ടെങ്കിൽ, പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണെന്നാണ് പറയുക. എന്തോ നമ്മുടെ ശരീരത്തിലല്ലാത്ത സാധനം നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പനിക്കുന്നത്. എന്നാൽ ഇവരെന്ത് ചെയ്യും? ഈ പ്രതിരോധ സംവിധാനത്തെ ഇവർ മറികടക്കും. നമുക്ക് പനിയുള്ളത് എന്ത് ചെയ്യും? ആ പനി വേറെ തരത്തിലേക്ക് മാറ്റിവിടാം. അല്ലെങ്കിൽ ആ പനി എന്ത് ചെയ്യാം? ആ വൈറസ് ബാധ എന്ത് ചെയ്യും? നമ്മളെ വ്യത്യസ്ത അവയവങ്ങളിലേക്ക് ബാധിക്കാം. അങ്ങനെയാണ് പനിച്ചൊക്കെ മരിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കാതെ കൊണ്ടുനടക്കാൻ പറ്റും. അവരുടെ പ്രതിരോധ സംവിധാനത്തെ എന്ത് ചെയ്യും? മറികടക്കും. പിന്നെ ആൻറ്റിവൈറൽ മരുന്നുകളോട് പ്രതിരോധിക്കാനോ ഉള്ള ശേഷി നൽകുന്നു. എന്ത് ചെയ്യും? ഒരാൾക്ക് ഒരു വൈറൽ പനി വന്നു, അയാൾക്ക് നല്ല പനിയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല. കാരണം എന്താണ്? ഇതിനുള്ളിലുള്ള വൈറസ് ഉണ്ടല്ലോ, ഈ വൈറസുകൾ എന്ത് ചെയ്യുന്നില്ല? ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മരിക്കൂല. കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കപ്പുറവും കണ്ടിട്ട് നിൽക്കുന്ന പോലെ ഇതിനും പ്രതിരോധിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ്. അതൊക്കെ മ്യൂട്ടേഷൻ വഴി അവർ നേടിയെടുക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കൊറോണ വൈറസ് ഉണ്ടായിരുന്നു അല്ലേ? കൊറോണ വൈറസ് ഉണ്ടായി. ഇത് കൊറോണ വൈറസാണ്. നമ്മളെന്ത് ചെയ്തു? കോവിഷീൽഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്തു? വാക്സിൻ എടുത്തു. ഓക്കെ, എല്ലാവരും വാക്സിൻ എടുത്ത് വീട്ടിലെത്തി. 2 ഘട്ടമായിട്ടൊക്കെ വാക്സിൻ എടുത്ത് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്ത്? വേരിയേഷൻ സംഭവിച്ചു എന്ന്. കൊറോണയുടെ വേറെ മോഡൽ കൊറോണ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്? ഈ കൊറോണക്കകത്തുള്ള അതൊരു വൈറസാണല്ലോ, ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കോവാക്സിൻ കൊടുത്താലോ കോവിഷീൽഡ് കൊടുത്താലോ ചിലപ്പോൾ രോഗം ഭേദമായിക്കൊള്ളണമെന്നില്ല. ആ വേരിയേഷൻ സംഭവിച്ച കൊറോണ വൈറസിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ വാക്സിനുകളെ പ്രതിരോധിക്കാൻ കഴിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും അല്ലേ? ഇത് ആതിഥേയ കോശത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും, അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഗ്യാപ്പിൽ മനുഷ്യ ശരീരത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ജീവജാലങ്ങളിലാണെങ്കിലും പെരുകാൻ തുടങ്ങും. ഇത്തരം മ്യൂട്ടേഷനുകൾ വൈറസിൻ്റെ പുതിയ വകഭേദങ്ങൾക്ക് കാരണമാകുകയും പ്രകൃതി നിർദ്ധാരണം വഴി അവയുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കോശങ്ങളെ ബാധിക്കാനുള്ള കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത്.
ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. വാക്സിനുകളെയും പ്രതിരോധശേഷിയെയും മറികടക്കാൻ ഒമിക്രോൺ സ്പൈക്ക് പ്രോട്ടീനിലുണ്ടായ മ്യൂട്ടേഷനുകൾ കാരണമായി. ഇതാണ് ഞാൻ വരച്ച ഒമിക്രോൺ സ്പൈക്ക് കേട്ടോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒമിക്രോൺ സ്പൈക്കാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു കിരീടം പോലത്തെ സ്പൈക്ക് ഉണ്ടായിരുന്നു, അതിലെന്ത് ചെയ്തു, മ്യൂട്ടേഷനും വന്നു. ആ മ്യൂട്ടേഷൻ വഴി എന്ത് ചെയ്തു, നമ്മുടെ നമ്മുടെ വാക്സിനൊക്കെ പ്രതിരോധശേഷി ലഭിക്കുകയും കോവിഡ് പരന്നു പിടിക്കുകയും വാക്സിനുകൾ ഏൽക്കാതെ വരികയും ചെയ്യുന്നൊരു ഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രാക്ടിക്കലി നടന്നതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അപ്പോൾ അത്രയാണ്. ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്